Hi students, നമുക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. Last class we have discussed about SR latch using NAND gate and NOR gate. Today we are discussing about flip-flops, SR flip-flop and JK flip-flop. നമ്മൾ കണ്ടു എന്താണ് ലാച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഇസ് എ 1 bit സ്റ്റോറേജ് ഡിവൈസ്. അതേ ലാച്ചിലേക്ക് നമ്മൾ ഒരു ക്ലോക്ക് സർക്യൂട്ട് കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ that will become flip-flop. Next we are going to study about SR flip-flop. SR flip-flop means it's basically a 1 bit memory bistable device that has two inputs അല്ലേ? S എന്ന് പറയുന്ന ഒരു ഇൻപുട്ടും R എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഉണ്ട്. S നെ സെറ്റ് ഇൻപുട്ട് എന്ന് പറയും, R നെ റീസെറ്റ് ഇൻപുട്ട് എന്ന് പറയും. ഓക്കെ, ഔട്ട്പുട്ട് 1 ആവുകയാണെങ്കിൽ സെറ്റ് കണ്ടീഷൻ എന്ന് പറയും, ഔട്ട്പുട്ട് 0 ആണെങ്കിൽ റീസെറ്റ് കണ്ടീഷൻ എന്ന് പറയും. So SR description stands for set reset. This is the block schematic of SR flip-flop. It has two inputs S and R, then one clock signal, then two outputs Q and Q bar, and there are two extra inputs preset and clear. അപ്പോൾ preset and clear എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആക്റ്റീവ് ലോ സിഗ്നൽ ആണ്. ആക്റ്റീവ് ലോ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് ലോ പിൻസ്, അതായത് അതിലേക്ക് 0 സിഗ്നൽ കൊടുത്താലാണ് അത് ആക്ടിവേറ്റ് ആവുക. അപ്പോൾ പ്രീസെറ്റ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ലോ സിഗ്നൽ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു 0 ഇൻപുട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് ഇതിന്റെ ഫംഗ്ഷൻ ചെയ്യും. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിനെ 1ലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ പ്രീസെറ്റിലേക്ക് നമ്മളൊരു ലോ സിഗ്നൽ അപ്ലൈ ആണെങ്കിൽ Q is equal to എന്തായി മാറും? 1. അതായത് എസിലും ആറിലും നമ്മൾ എന്ത് കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാലും പ്രീസെറ്റിൽ നമ്മളൊരു ലോ കൊടുക്കുകയാണെങ്കിൽ അത് Q എന്തായി മാറും? 1 ആയി മാറും. അതുപോലെ തന്നെ എസിലും സീറോയിലും എന്ത് കണ്ടീഷൻ കൊടുത്താലും ക്ലിയറിലേക്ക് നമ്മളൊരു ലോ സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായി മാറും? 0. ദാറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇൻപുട്ട് ആയി മാറും കണ്ടീഷൻ. പ്രീസെറ്റും ക്ലിയറിലേക്കും സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ ഇൻപുട്ടിനെ സെറ്റ് ചെയ്യാനും ക്ലിയർ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന പിൻസ് ആണ് എന്ത്? പ്രീസെറ്റും ക്ലിയറും. Okay, then next is about our inputs S, R and clock. ഇപ്പോൾ എസും ആറിന്റെയും ഇൻപുട്ടിന്റെ സ്റ്റാറ്റസ് എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും ക്യൂവും ക്യൂ ബാറും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മൾ ഇതിനെ ഡിസ്കണക്ട് ചെയ്ത് വെച്ചു, ഇതിലേക്ക് നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് എ സർക്യൂട്ട് സ്കീമാറ്റിക് ഓഫ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് NAND ഗേറ്റ്സ്. ഇതിലേക്ക് നമ്മളൊരു ഇതിന്റെ സർക്യൂട്ട് ആക്കി ഇത് നമുക്ക് കണ്ടു പരിചയമുണ്ട്. എന്താണ് ഇത്? SR ലാച്ച് യൂസിങ് NAND ഗേറ്റ്സ് ആണ്. ഇതിലേക്ക് ഒരു ക്ലോക്ക് സർക്യൂട്ട് ക്ലോക്ക് സിഗ്നൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം നമ്മൾ. ഇതെങ്ങനെ കൊടുക്കും? നമ്മൾ ഒരു NAND ഗേറ്റ് വഴിയാണ് കൊടുക്കുന്നത്. ഇതിലേക്ക് S ഇൻപുട്ട് ഇവിടെ കൊടുത്തു, ക്ലോക്ക് സിഗ്നൽ ഇവിടെ അപ്ലൈ ചെയ്തു, ഇവിടെ ക്ലോക്ക് സിഗ്നൽ കൊടുത്തു, R ഇൻപുട്ട് ഇവിടേക്ക് കൊടുത്തു. ഇങ്ങനെയാണ് ഇതിന്റെ കണക്ഷൻസ് വരുന്നത്. അതൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിന്റെ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് നോക്കാം. അപ്പോൾ ദിസ് ഈസ് എ ക്ലോക്ക്ഡ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ഇതിന്റെ കേസിൽ നിങ്ങൾ നോക്കിയേ, ഇതേ സെയിം കണ്ടീഷൻ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. ഇവിടെ എസ് ആർ, ഇവിടെ ക്ലോക്ക് CLK എന്ന് മാർക്ക് ചെയ്യുക, ക്ലോക്ക് ഇവിടെ S ബാർ എന്ന് മാർക്ക് ചെയ്യുക, ഇവിടെ R ബാർ എന്ന് മാർക്ക് ചെയ്യുക. അപ്പൊ ക്ലോക്ക് ഹൈ ആണെങ്കിൽ നമ്മൾ സിഗ്നൽ എന്താണോ കൊടുക്കുന്നത് അത് ഇവിടെ നമുക്ക് S ബാർ ആയിട്ട് കിട്ടും അല്ലെ? S×1. ക്ലോക്ക് ഹൈ എന്ന് പറഞ്ഞാൽ ഈ ഇൻപുട്ടിൽ 1 ആണ് മാർക്ക് ചെയ്യുക. അപ്പൊ S×1 S ബാർ വരും. ഇവിടെ R×1 എന്ത് വരും? R ബാർ വരും. S ബാറും R ബാറും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇതിന്റെ കണ്ടീഷൻസ് നോക്കിയാൽ ക്ലോക്ക് 0 ആണെങ്കിൽ എസിലും ആറിലും എന്ത് കൊടുത്തു കഴിഞ്ഞാലും, അതാണ് നമ്മളിവിടെ X മാർക്ക് ചെയ്യുന്നത്, ഡോണ്ട് കെയർ കണ്ടീഷൻ. എന്ത് കൊടുത്തു കഴിഞ്ഞാലും S ബാർ R ബാർ പിന്നെ എന്തായി മാറും? 1 ആയി മാറും. കാരണം ഒരു ഇൻപുട്ട് 0 ആണ് അല്ലെ? ക്ലോക്ക് 0 ആയതുകൊണ്ട് ഇവിടുത്തെ കണ്ടീഷൻ എന്തായി മാറും? 1 ആയിട്ട് മാറും. ഇതിന്റെ ഔട്ട്പുട്ട് കണ്ടീഷൻ പ്രീവിയസ് സ്റ്റേജ് തന്നെ ഹോൾഡ് ചെയ്യും. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ ക്ലോക്ക് 1 കൊടുക്കുന്നതാണ്. ക്ലോക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4 കോമ്പിനേഷൻസ് വരും അല്ലെ? ആ 4 കോമ്പിനേഷൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 00, 01, 10, 11. ഇനി ഇവിടെ 00 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായി മാറും? 11 ആയിട്ട് മാറും. അപ്പൊ SR ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ നമ്മൾ കണ്ടു എന്താണ്? 11 ആണെങ്കിൽ എന്തായിരുന്നു കണ്ടീഷൻ? 11 ആണെങ്കിൽ നോ ചേഞ്ച് കണ്ടീഷൻ ആയിരുന്നു നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായത് അല്ലെ? 11 നോ ചേഞ്ച് കണ്ടീഷൻ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ക്ലോക്കിൽ ഹൈ കൊടുത്തു, ഇതിൽ എസിനെ നമ്മൾ 0യിൽ തന്നെ വെച്ചു, ആറിനെ നമ്മൾ 1 ആക്കുകയാണെങ്കിൽ, കണ്ടോ, ആറിനെ 1 ആക്കുകയാണെങ്കിൽ ഇതിന്റെ ഇൻവേർട്ടഡ് വേർഷൻസ് എന്താണ് ഇവിടെ വരുന്നത് നോക്കാം. 1 ഉം 0 ആണ്. അപ്പോൾ 1 ഉം 0 വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഔട്ട്പുട്ട് എന്തായിരുന്നു? 0 1 അല്ലെ? അപ്പൊ റീസെറ്റ് കണ്ടീഷൻ ആയിരുന്നു ഇവിടെ വന്നിരുന്നത്. അതുപോലെ തന്നെ ക്ലോക്ക് ഹൈ ആണ്, ഇൻപുട്ട് എസിൽ നമ്മൾ 1 കൊടുത്തു, ആറിൽ 0 കൊടുത്തു. അപ്പൊ ഇവിടെ 1 ഉം ഇവിടെയും 1 ആയതുകൊണ്ട് ഈ രണ്ട് കണ്ടീഷനും കൂടി കൊടുത്തിട്ട് ഇവിടെ 0 വരും. സോ S ബാർ 0 ആണ്, ഇവിടെ എന്ത് വരും? R ബാർ എന്ത് വരും? 1 വരും. അപ്പം 0 വന്നു, ഇവിടെ 0 വന്നു, ഇവിടെ 1 വന്നു. ആ സമയത്ത് നമുക്ക് കിട്ടിയിരുന്ന ഔട്ട്പുട്ട് 1 ആയിരുന്നു. അപ്പൊ അത് സെറ്റ് കണ്ടീഷൻ ആണ്. ഇനി നെക്സ്റ്റ് ക്ലോക്കും 1 ആണ്, രണ്ട് ഇൻപുട്സും 1 ആണ്. അങ്ങനെയുള്ള സമയത്ത് ഇവിടെ 0 ആണ് വന്നത്. അങ്ങനെ 0 വന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്നു അത് ഫോർബിഡൻ സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്.
അതായത് ഇവിടെ 0 വന്നു കഴിഞ്ഞാൽ രണ്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 ആവും. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻവാലിഡ് കണ്ടീഷൻ ആണ്. സോ അതിനെ നമ്മൾ ഫോർബിഡൻ സ്റ്റേജ് എന്ന് മാർക്ക് ചെയ്തിരുന്നു. So this is the circuit diagram and truth table of clocked SR flip flop using NAND gates. Next, ഇതിന്റെ ട്രൂത്ത് ടേബിൾ തന്നെ വീണ്ടും ഒന്നുകൂടെ എടുത്ത് എഴുതിയിരിക്കുകയാണ്. അതായത് ക്ലോക്കിന്റെ കണ്ടീഷൻ 1 ആയാലും 0 ആയാലും ഇൻപുട്ട് 0 ആണെങ്കിൽ നോ ചേഞ്ച് കണ്ടീഷൻ. ക്ലോക്ക് ഹൈ ആണ്, അതാണ് ആരോ മാർക്ക് ഇങ്ങനെ അപ്പ് ഡയറക്ഷനിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ക്ലോക്ക് ഹൈ ആണെങ്കിൽ S0 R1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ്. S1 R0 ആണെങ്കിൽ എന്താണ് 1 ആണ്. അപ്പോൾ 0നെ റീസെറ്റ് കണ്ടീഷൻ എന്ന് പറയും, 1നെ സെറ്റ് കണ്ടീഷൻ എന്ന് പറയും. S R 1 ആണെങ്കിൽ നമ്മൾ ഫോർബിഡൻ സ്റ്റേജ് എന്ന് പറയും. ഇതിന്റെ സർക്യൂട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തതാണ്. രണ്ട് നാറ്റ് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ആദ്യം ലാച്ച് ഫോം ചെയ്തത്, പിന്നെ ഒരു ക്ലോക്ക് സർക്യൂട്ടും കൂടെ കൊടുത്തു. അപ്പോൾ ദീസ് അബൌട്ട് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് നാറ്റ് ഗേറ്റ്സ്. നെക്സ്റ്റ് ഈസ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് നോർ ലാച്ച് ആണ്. നോർ ലാച്ച് നമുക്കറിയാം, നമ്മൾ ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രം കണ്ടതാണ് അല്ലെ. ഇത്രയാണ് ഇത് നോറിന്റെ പാർട്ട് വരുന്നത്. ഇവിടെ നമുക്കറിയാം നമ്മൾ ഇവിടെ ആറും ഇവിടെ എസും ആയിട്ടായിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടായത്. ഈ കേസിൽ നമ്മൾ ഇവിടെ എസും ഇവിടെ ആറും ആയിട്ടാണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ഇൻവേർട്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് നോക്കാം. ദിസ് ഈസ് ബേസിക് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് നോർ ഗേറ്റ്സ്. ഇതിലേക്ക് ക്ലോക്ക് സിഗ്നൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇവിടെ ഇനാബിളിന് നിങ്ങൾ ക്ലോക്ക് ആയിട്ട് എഴുതുക. നിങ്ങൾ സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ഇവിടെ ക്ലോക്ക് എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഇതിനെ ക്ലോക്ക് സിഗ്നൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ആൻഡ് ഗേറ്റ് യൂസ് ചെയ്തു. ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്ലോക്കിൽ ഒരു ഹൈ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താണോ കൊടുക്കുന്നത് അത് അതുപോലെ ഇവിടേക്ക് പാസ് ചെയ്യും അല്ലെ. ആൻഡ് ഗേറ്റിന്റെ പ്രത്യേകത അങ്ങനെയാണ്. ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഇവിടെ 0 കൊടുത്താൽ 0 വരും, 1 കൊടുത്താൽ 1 വരും. അപ്പൊ S ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതേ S ഇവിടെ എത്തും. അതുപോലെ R ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതേ R ഇവിടെ എത്തും. അപ്പൊ എസും ആറും ഇവിടെ വരും. ഇവിടെ ക്യൂ ബാറും ക്യൂ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ മുന്നേ കണ്ട SR ലാച്ചിൽ ഇവിടെ ആറും ഇവിടെ എസും ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഇവിടെ ക്യൂ ബാർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ക്യൂവും ക്യൂ ബാറും ആണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നേരെ റിവേഴ്സ് ആയിട്ട് ഇവിടെ റീസെറ്റും ഇവിടെ സെറ്റും കൊടുത്താൽ മതി. അപ്പൊ ഈ കേസ് നോക്കിയാൽ നിങ്ങൾ ക്ലോക്ക് സിഗ്നൽ ഹൈ ആയ കേസിലുള്ള ട്രൂത്ത് ടേബിൾ ആണിത്. ഇവിടെ ഹൈ ആണ്, ഇവിടെ നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, സെറ്റും 0 റീസെറ്റും 0 കൊടുക്കുകയാണെങ്കിൽ എന്തായിരുന്നു നമ്മളെ കണ്ടീഷൻ എന്തായിരുന്നു? SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ 0 ആണെങ്കിൽ നോ ചേഞ്ച് കണ്ടീഷൻ ആയിരുന്നു. 0 ആണെങ്കിൽ നോ ചേഞ്ച് കണ്ടീഷൻ ആയിരുന്നു. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്, നോ ചേഞ്ച് കണ്ടീഷൻ. ഇനി ഇവിടെ 0 ഇവിടെ 1 കൊടുക്കുകയാണെങ്കിൽ, അതായത് എസ് പിന്നിൽ 0 കൊടുക്കുകയാണെങ്കിൽ അത് റീസെറ്റ് കണ്ടീഷൻ ആയിരിക്കും. ദെൻ എസിൽ ഹൈയും ആറിൽ 0 കൊടുക്കുകയാണെങ്കിൽ അതൊരു സെറ്റ് കണ്ടീഷൻ ആയിരിക്കും. ദെൻ ഇവിടെ രണ്ട് കേസിലും 1 കൊടുക്കുകയാണെങ്കിൽ അതേ 1 ഇവിടെ എത്തും അല്ലെ. അതേ 1 ഇവിടെ എത്തുകയാണെങ്കിൽ ഇതൊരു ഫോർബിഡൻ സ്റ്റേജ് ആയിട്ട് മാറും. അതായത് നോർ ഗേറ്റിൽ ഒരു ഇൻപുട്ട് 1 ആവുകയാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്തായി മാറും? എങ്ങനെയായാലും ഇതിന്റെ ഔട്ട്പുട്ട് 0 ആയി മാറും. രണ്ടും 0 ആയി മാറും. അപ്പൊ അതൊരു ഫോർബിഡൻ സ്റ്റേജ് ആയിട്ട് മാറും. അപ്പൊ ദിസ് ഈസ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് നോർ ലാച്ച്. അപ്പോൾ ഇതിന്റെ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കോമൺ ആയിട്ടുള്ള ട്രൂത്ത് ടേബിൾ ആണ്. എന്താണ്? SR ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് നാൻഡ് ഗേറ്റ്സ് ഓൺലി ആയാലും SR ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് ആൻഡ് പ്ലസ് നോർ കോമ്പിനേഷൻ ആയാലും 0 നമ്മൾ എന്താണ് മാർക്ക് ചെയ്യേണ്ടത്? നോ ചേഞ്ച് ആണ്. കണ്ടോ, 0 നോ ചേഞ്ച്. 0 ആണെങ്കിൽ റീസെറ്റ് കണ്ടീഷൻ, 10 സെറ്റ് കണ്ടീഷൻ. കണ്ടോ, 0 റീസെറ്റ് കണ്ടീഷൻ, 10 സെറ്റ് കണ്ടീഷൻ, ആൻഡ് 11 ആണെങ്കിൽ രണ്ട് കേസിലും ഫോർബിഡൻ സ്റ്റേജ്. ട്രൂത്ത് ടേബിൾ രണ്ടിലും സെയിം വരും. ബട്ട് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ക്യൂ ബാർ ക്യൂ കൊടുത്തിട്ട് വരക്കാം. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ റീസെറ്റ് എഴുതിയിട്ട് ഇവിടെ സെറ്റ് ചെയ്താൽ, ഇവിടെ ആറും ഇവിടെ എസും കൊടുക്കുകയാണെങ്കിൽ നോർമലി ഇവിടെ ക്യൂ ബാറിന് എഴുതാം. So these about SR flip flop. This is a timing diagram of edge triggered SR flip flop. അപ്പോൾ ടൈമിംഗ് ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡയഗ്രാം ഇൻക്ലൂഡിംഗ് ക്ലോക്ക് സിഗ്നൽ, ഇൻപുട്ട് സിഗ്നൽ ആൻഡ് ഔട്ട്പുട്ട് സിഗ്നൽസ്. ആദ്യം നമ്മൾ ക്ലോക്ക് സിഗ്നൽസ് മാർക്ക് ചെയ്യാം. കണ്ടോ, ക്ലോക്ക് സിഗ്നൽ 3 ക്ലോക്ക് പൾസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലോ കണ്ടീഷൻ ആണ് ഇത്, ഹൈ കണ്ടീഷൻ ആണ്. പിന്നെ നമ്മൾ റാൻഡം ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻപുട്ട് വരക്കുക. എസ് എന്ന് പറയുന്ന ഒരു ഇൻപുട്ട്, അതൊരു ഹൈ ലോ വരുന്ന ഒരു സിഗ്നൽ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഒരു ആർ സിഗ്നൽ നമ്മൾ മാർക്ക് ചെയ്തു. അത് ഹൈ ടു ലോ എവിടെ വെച്ച് വേണമെങ്കിലും ചേഞ്ച് ആവാം. അത് നമ്മുടെ ഇഷ്ടത്തിൽ നമ്മൾ വരക്കുന്ന സിഗ്നൽ ആണ്. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ട്രൂത്ത് ടേബിൾ അറിയുന്ന ഒരാൾക്ക് ഇതിന്റെ ഔട്ട്പുട്ട് സിമ്പിൾ ആയിട്ട് വരക്കാൻ പറ്റും. ആദ്യം നിങ്ങൾ ഇതൊരു എഡ്ജ് ട്രിഗേർഡ് ആണ്. എഡ്ജ് ട്രിഗേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിരുന്നു മുൻപേ, എന്താണ് ഈ ഒരു പോയിന്റിനെയാണ് എഡ്ജ് ട്രിഗറിംഗ് എന്ന് പറയുന്നത്. അതായത് 0 1 പോകുന്ന പോയിന്റ്, അല്ലെങ്കിൽ 1 0. അപ്പോൾ പോസിറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ആണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പോയിന്റിൽ ഒരു ലൈൻ ഇങ്ങനെ വരക്കാം. അടുത്ത ലൈൻ നമ്മൾ വരക്കേണ്ടത് ഈ പോയിന്റിലാണ്. ഇവിടെ നിന്നല്ല, ഇനി അടുത്ത ഹൈറ്റ് ലോ വരുന്ന ഈ പോയിന്റ് ആണ്. അപ്പൊ അവിടെ ഒരു ലൈൻ വരക്കാം. ഇവിടെ വരക്കാൻ പാടില്ല, കാരണം എന്താണ്, ഇതൊരു ഹൈറ്റ് ലോ വരുന്നതാണ്. ലോ ടു ഹൈയിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് പോസിറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ എന്താണ് ഇൻപുട്ടിന്റെ കണ്ടീഷൻ നോക്ക്. അതായത് ഈ ഒരു ലൈനിൽ എസിന്റെ കണ്ടീഷൻ എന്താണ്? 1 ആണ്. ആറിന്റെ കണ്ടീഷൻ 0 ആണ്.
അപ്പൊ 1ഉം 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്താണ്? Q അറിയാം സെറ്റ്, അതായത് ഇൻപുട്ട് എസ് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആവണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന് ഈ പോയിന്റിന് ശേഷം നമ്മൾ എന്ത് വരക്കാം? 1 വരക്കാം. അപ് ടു ദി നെക്സ്റ്റ് ട്രിഗർ പോയിന്റ്, അതുവരെ 1 കണ്ടിന്യൂ ചെയ്യും. ദെൻ ആ സമയത്ത് ക്യൂ ബാർ എന്താണ്? ഇതിനെ നേരെ റിവേഴ്സ് വരക്കാം. ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ 1 വരക്കാം. ഇവിടെ 1 ആയതുകൊണ്ട് ഇവിടെ 0 വരക്കാം. ഇനി അടുത്ത ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടുള്ള കണ്ടീഷൻ നോക്കാം. ഇതിന് ശേഷമുള്ള ഇൻപുട്ട് കണ്ടീഷൻ അല്ല നമ്മൾ നോക്കേണ്ടത്, ഇതിന്റെ പ്രീവിയസ് ആയിട്ടുള്ള സ്റ്റേജ് ആണ്. പ്രീവിയസ് സ്റ്റേജിൽ എന്താണ്? എസ് 0 ആണ്, ആർ 1 ആണ്. എസ് 0 ആർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കണം? നമുക്കറിയാം എന്താണ്? എസ് 0 ആർ 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കണം അല്ലെ? സോ ഔട്ട് എന്തായിട്ട് മാറും? 0യിലേക്ക് പോകും അൺടിൽ നെക്സ്റ്റ് ട്രിഗർ പോയിന്റ്. അപ്പൊ ഇത് 0 വരച്ചത് കൊണ്ട് ഇതിനെ നമ്മൾ ഇൻവേർട്ടഡ് ആയിട്ട് 1 വരക്കാം. ഇനി ഈ ഒരു പോയിന്റ് നോക്കിയാൽ, ഈ ഒരു പോയിന്റിൽ എന്താ കണ്ടീഷൻ? എസ് 0 ആണ്, ആറും 0 ആണ് അല്ലെ? ഇൻപുട്ട് സിഗ്നലിന്റെ ഹൈ പാർട്ട് ഇതാണ്, ലോ പാർട്ട് ഇതാണ്. അപ്പൊ ഇവിടെ രണ്ടും 0 0 ആണ്. ഇത് രണ്ടും 0 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? എസ് 0 ആർ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ചേഞ്ച് കണ്ടീഷൻ ആണ്. സോ അതേ നോ ചേഞ്ച് കണ്ടീഷൻ കണ്ടിന്യൂ ചെയ്യും. ഔട്ട്പുട്ട് എന്തായിരുന്നു ഇത്രയും സമയം, അത് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. So this is about a timing diagram of edge triggered SR flip flop. Next is JK flip flop. JK flip flop is another type of flip flop like SR flip flop. ഇതിന് രണ്ട് ഇൻപുട്സ് ഉണ്ട്, J and K and one clock signal Q and Q bar എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് ആണ്. അപ്പൊ SR flip flop നമുക്കറിയാം 1 വരുമ്പോൾ ഒരു ഫോർബിഡൻ സ്റ്റേജ് വരുന്നുണ്ട്. ആ ഒരു കണ്ടീഷൻ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡെവലപ്പ് ചെയ്ത ഒരു സർക്യൂട്ട് ആണ് JK flip flop. SR ൽ 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്താണ് ഔട്ട്പുട്ട് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആണ്. ബട്ട് ആ ഒരു കണ്ടീഷൻ ഇവിടെ അവോയ്ഡ് ആയിട്ടുണ്ട്. പകരം ഇവിടെ ഫോർബിഡൻ സ്റ്റേജിന് പകരം ടോഗിൾ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണ് ക്രിയേറ്റ് ആവുക. അപ്പൊ JK നെ കുറിച്ച് പറയുന്നത് ദ ഡിഫറൻസ് ഇസ് ദാറ്റ് എന്താണ്? JK flip flop does not have the invalid input states of RS latch. അതായത് when S equal to R equal to 1 വരുന്ന ഒരു കേസ് ഇല്ലേ, ആ ഒരു കേസിൽ ഇൻവാലിഡ് സ്റ്റേജ് ആണ്, അത് ഇവിടെ വരുന്നില്ല. JK flip flopന്റെ നെയിം ഹാസ് ബീൻ കെപ്റ്റ് ഓൺ ദ ഇൻവെന്റർ നെയിം ഓഫ് സർക്യൂട്ട് നോൺ ആസ് ജാക്ക് കിൽബി. അത് ഇൻവെന്ററിന്റെ നെയിമിനെ ഷോർട്ട് ആയിട്ടാണ് JK എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ബേസിക്കലി ഗേറ്റഡ് SR flip flop തന്നെയാണ്, വിത്ത് ആൻ അഡീഷൻ സർക്യൂട്ട് കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? ടു പ്രിവെന്റ് ദിസ് ഇൻവാലിഡ് കണ്ടീഷൻ ക്ലോക്ക് സർക്യൂട്ട് ഇസ് ഇൻട്രൊഡ്യൂസ്ഡ്. അതായത് ഇവിടെ ടോഗിൾ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണ് വരുന്നത്. അപ്പോൾ ദിസ് ഈസ് ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് JK flip flop. അപ്പോൾ എന്താണ് ഇതും SR flip flopും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? രണ്ടും സെയിം ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. എന്താ ഒരു ഡിഫറൻസ് വരുന്നത്? ഇത്രയും പാർട്ട് സെയിം തന്നെയാണ്. ഓൺലി വൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഒന്ന് ക്രോസ് ആയിട്ട് ഒരു ഫീഡ്ബാക്ക് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നുണ്ട്. അതായത് Q എന്നുള്ള ഒരു കണക്ഷൻ എടുത്തിട്ട് ഫസ്റ്റ് ഗേറ്റിലേക്കും Q ബാർ എന്നുള്ള കണക്ഷൻ എടുത്തിട്ട് ഇവിടെ ഈ ഗേറ്റിലേക്കും കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഗേറ്റിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത് Q ബാറിനും സെക്കൻഡ് ഗേറ്റിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് Q എന്നാണ്. ദിസ് ഈസ് ബേസിക് SR ലാച്ച്. അപ്പോൾ ദിസ് ഈസ് JK flip flop. അപ്പോൾ ഇതിന്റെ കണ്ടീഷൻസ് നിങ്ങൾ ട്രൂത്ത് ടേബിളിൽ മാർക്ക് ചെയ്യുമ്പോൾ ക്ലോക്ക് ഹൈ മാർക്ക് ചെയ്യുക. ആദ്യം ക്ലോക്ക് ഹൈ ആണ്. പിന്നെയുള്ള ഇതൊരു 3 ഇൻപുട്ട് നാൻഡ് ഗേറ്റ് ആണ്, ഇത് 2 ഇൻപുട്ട് ആണ്. പിന്നെയുള്ള കണ്ടീഷൻ എന്താണ്? 0 0 കൊടുക്കുകയാണെങ്കിൽ അത് SRന്റെ അതേ സ്റ്റേജ് തന്നെ. 0 0 എന്തായിരുന്നു? നോ ചേഞ്ച് ആണ്. അപ്പോൾ Qനെ Q ആയിട്ടും Q ബാറിനെ Q ബാർ ആയിട്ട് മാർക്ക് ചെയ്യുക, നോ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് അതുപോലെ മാർക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ക്ലോക്ക് ഹൈ ആണ്, J 0 ആക്കി. അപ്പോൾ J 0 ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൽ S 0 ആക്കുന്ന അതേ ഇഫക്റ്റ് എന്താണ്? ഔട്ട്പുട്ട് 0 ആകും. Q 0 ആകും. കണ്ടോ? Q റീസെറ്റ്സ് Q to 0. Q 0 ആണെങ്കിൽ Q ബാർ 1. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് J 1ഉം K 0. ക്ലോക്ക് ഹൈ ആണ്, J 1 K 0. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും, അതിന് ഇൻവേർട്ടഡ് വേർഷൻ 0 ആയിരിക്കും. ഔട്ട്പുട്ട് 1 ആയതുകൊണ്ട് അതിന് എന്ത് പറയും? സെറ്റ്സ് Q to 1. നെക്സ്റ്റ് ഫൈനൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് ഹൈ ആണ്, J and K എന്ന് പറയുന്നത് ഹൈ ആണ്. രണ്ട് ഇൻപുട്ടും ഹൈ ആണെങ്കിൽ നമുക്കറിയാം SR ൽ എന്തായിരുന്നു? ഫോർബിഡൻ സ്റ്റേജ് ഓർ ഇൻവാലിഡ് സ്റ്റേജ്. ഇവിടെ അതിന് പകരം നമ്മൾ മാർക്ക് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഔട്ട്പുട്ടിൽ ഒന്നും മാർക്ക് ചെയ്യില്ല, 1 ആണോ 0 ആണോ എന്ന് മാർക്ക് ചെയ്യില്ല. പകരം അതിന്റെ സ്റ്റേജ് എന്താ എഴുതുക? ടോഗിൾ സ്റ്റേറ്റിലാണ് അതുള്ളത്. ടോഗിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്താണ്? ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഇൻപുട്ടോ ക്ലോക്കോ ഇൻപുട്ട് ചേഞ്ച് ചെയ്യാതെ തന്നെ ഔട്ട്പുട്ട് 1 0 1 0 അങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് വരും. ഇവിടെ 1 വരുമ്പോൾ ഇവിടെ 0, ഉടൻ തന്നെ എന്ത് വരും? അതായത് ഇവിടെ എന്താണോ സ്റ്റേജ് വരുന്നത് അത് ഉടൻ തന്നെ തിരിച്ച് ഫീഡ്ബാക്കിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ കണക്ഷൻ ഇവിടെ എത്തിയ ഉടനെ തന്നെ ഔട്ട്പുട്ട് വീണ്ടും ചേഞ്ച് ആവും. അങ്ങനെ ആ ഒരു ചേഞ്ചിങ് കണ്ടീഷൻ ആണ് ഇവിടെ വരിക. അപ്പൊ ആ ഒരു കണ്ടീഷനാണ് ടോഗിൾ എന്ന് പറയുന്നത്. അതായത് ഒരു സെക്കൻഡിൽ 1 ആണെങ്കിൽ അപ്പൊ തന്നെ 0 ആവും, വീണ്ടും 1 ആവും, 0 അങ്ങനെ ടോഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷൻ പ്രൊഡ്യൂസ് ആവും.
So this is one drawback of JK flip flop. SRനെ അപേക്ഷിച്ചിട്ട് invalid condition പോയി, but അതും ഒരു drawback ആണ്. This is the circuit of JK flip flop. അപ്പം JK flip flopൽ അതിന്റെ ഇപ്പൊ പറഞ്ഞ അതേ കണ്ടീഷൻസ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ക്രോസ് കപ്ലിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഔട്ട്പുട്ടിൽ നിന്ന് ഒരു ക്രോസ് കപ്ലിംഗ് ആയിട്ട് ഇൻപുട്ടിലേക്ക് ഇന്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ രണ്ട് ഇൻപുട്ടും 1 1 വരുന്ന കണ്ടീഷനെ ടോഗ്ലിംഗ് കണ്ടീഷൻ എന്ന് പറയും. എന്താണ് ഇപ്പൊ JK flip flop ഹാസ് എ ഡ്രോബാക്ക് ഓഫ് ടൈമിംഗ് പ്രോബ്ലം നോൺ ആസ് റേസ് കണ്ടീഷൻ. ഇതിനെയാണ് റേസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് രണ്ട് ഇൻപുട്ടും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. But the timing period T should be kept as short as possible to avoid the problem of timing. ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനേ ഉള്ളൂ. എന്താണ്, നമ്മളിവിടെ ഒരു ഹൈ സിഗ്നൽ ഇവിടെ ക്ലോക്കിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ജെയും 1 കെയും 1 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ക്യൂവിൽ നമുക്ക് സപ്പോസ് ഇവിടെ 1ഉം ഇവിടെ 0ഉം കിട്ടി. ഈ 1ഉം 0ഉം ക്രോസ് കപ്പിളായിട്ട് ബാക്കോട്ടേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെയുള്ള 0 ഇവിടെ എത്തി, ഇവിടെയുള്ള 1 ഇവിടെ എത്തി ആണല്ലോ. അപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ടിന്റെ കണ്ടീഷൻ ഈ ഗേറ്റിൽ ചേഞ്ച് ആയി അല്ലെ. നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ ഈ ഔട്ട്പുട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ തിരിച്ച് ബാക്കിലേക്ക് വന്നിട്ട് ഇതിന്റെ കണ്ടീഷൻ ചേഞ്ച് ആക്കി, അതിനനുസരിച്ച് ഇവിടെയും ചേഞ്ച് ആയി. വീണ്ടും ഇതിന്റെ ഔട്ട്പുട്ട് ചേഞ്ച് ആയി. മുന്നേ 1 ആയിരുന്ന സമയത്ത് ഇതിപ്പം 0 ആയി മാറി. ഇവിടെ 0 ആയിരുന്നത് 1 ആയി. വീണ്ടും അതേ ചേഞ്ച് തിരിച്ച് ബാക്കോട്ടേക്ക് വന്നപ്പോൾ വീണ്ടും ഈ ഗേറ്റിന്റെ ഔട്ട്പുട്ട് ചേഞ്ച് ആയി. നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ ഇതിന്റെ ഔട്ട്പുട്ട് ഓട്ടോമാറ്റിക്കലി ടോഗിൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് 1 to 0, 0 to 1, അഗെയിൻ 1 to 0, 0 to അതിങ്ങനെ ട്രാൻസിഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. അത് മാറണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ക്ലോക്ക് ഇവിടെ ഓഫ് ചെയ്യണം. ഓക്കെ, അപ്പൊ ദിസ് പ്രോബ്ലം ഈസ് നോൺ ആസ് റേസ് അറൌണ്ട് കണ്ടീഷൻ. അതായത് ക്ലോക്കിന്റെ വിഡ്ത്ത് ഹൈ ആണെങ്കിലാണ് ഈ പ്രോബ്ലം വരുന്നത്. ക്ലോക്കിന്റെ വിഡ്ത്ത് ലോ ആണെങ്കിൽ അത് വരില്ല. ക്ലോക്കിന്റെ വിഡ്ത്ത് ലോ ആണെങ്കിൽ ഇത് ഇവിടെ 0 സിഗ്നൽ എത്തിക്കോളും. അപ്പൊ ഈ റേസ് അറൌണ്ട് കണ്ടീഷൻ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യണം. എഡ്ജ് ആണെങ്കിൽ ആ എഡ്ജ് പോയിന്റിൽ മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. നമ്മൾ മുന്നേ ടൈമിംഗ് ഡയഗ്രം കണ്ടില്ലേ, എഡ്ജ് പോയിന്റിൽ വെച്ചിട്ട് മാത്രമേ ചേഞ്ച് ആവുള്ളൂ. അതല്ല ലെവൽ ട്രിഗറിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ക്ലോക്ക് സിഗ്നലിന്റെ വിഡ്ത്ത് വെരി ഹൈയോ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിങ്ങനെ ഹൈയിൽ കടന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും 1 1 കൊടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഫീഡ്ബാക്ക് ആയിട്ട് വന്നിട്ട് ഔട്ട്പുട്ട് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ കൺട്രോളിലല്ല ഔട്ട്പുട്ട് വരുന്നത്. അപ്പൊ അതിനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എഡ്ജ് ട്രിഗറിംഗ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇതിന്റെ വിഡ്ത്ത് കുറക്കുക, ക്ലോക്ക് പൾസിന്റെ വിഡ്ത്ത് കുറക്കുക, ലെസ് ദാൻ പ്രോപ്പഗേഷൻ ഡിലേ. അതായത് ഇവിടുന്ന് ഇവിടെ വരെ എത്താനുള്ള ആ ഒരു ടൈമിനെക്കാട്ടും കുറവായിട്ട് എന്ത് കൊടുക്കണം? ക്ലോക്കിന്റെ വിഡ്ത്ത് കൊടുക്കണം. അതും അല്ലെങ്കിൽ അടുത്തത് എന്താണ്, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് എന്ത്? മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പൊ നമുക്ക് റേസ് അറൌണ്ട് കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. റേസ് അറൌണ്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് occurs when both inputs are 1 അല്ലെ. The width of the clock pulse is too long. ക്ലോക്ക് പൾസിന്റെ വിഡ്ത്ത് കൂടുതലാണെങ്കിൽ the state of the flip flop will keep on changing from 0 to 1, 1 to 0. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ക്ലോക്ക് പൾസിന്റെ എൻഡിൽ എത്തുമ്പോൾ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഈ ഒരു ഫിനോമിനൻ പറയുന്ന പേരാണ് എന്ത്? റേസ് അറൌണ്ട് കണ്ടീഷൻ. ആ റേസ് അറൌണ്ട് കണ്ടീഷനിൽ പറയുന്നത് ക്ലോക്കിന്റെ വിഡ്ത്ത് ആണ് ഇവിടെ TP എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. വിഡ്ത്ത് ഓഫ് ദ ക്ലോക്ക് പൾസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ പ്രോപ്പഗേഷൻ ഡിലേ. ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിൽ എത്താൻ എടുക്കുന്ന ആ ഒരു ടൈമിനെക്കാട്ടും വളരെ കൂടുതലാണ് ക്ലോക്കിന്റെ വിഡ്ത്ത് ആണെങ്കിൽ ഔട്ട്പുട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യാനുള്ള 3 മെത്തേഡ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ ക്ലോക്കിന്റെ വിഡ്ത്ത് പ്രോപ്പഗേഷൻ ഡിലേനെക്കാട്ടും കുറക്കുക. ഈ ഡെൽറ്റ T എന്ന് പറയുന്നതാണ് ഇവിടെ പ്രോപ്പഗേഷൻ ഡിലേ. ഇതാണ് പൾസ് വിഡ്ത്തിനാണ് TP എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. പൾസിന്റെ ടൈം പീരീഡ് TP ലെസ് ദാൻ ഡെൽറ്റ T ആക്കുക. അല്ലെങ്കിൽ ബൈ യൂസിങ് എഡ്ജ് ട്രിഗറിംഗ്. എഡ്ജ് ട്രിഗറിംഗ് യൂസ് ചെയ്ത് ആ എഡ്ജ് പോയിന്റിലേ ട്രിഗർ ചെയ്യുന്നുള്ളൂ. അടുത്ത എഡ്ജ് വന്നാലേ വീണ്ടും ചേഞ്ച് ആവും. അതുവരെ വേറെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. അല്ലെങ്കിൽ ബൈ യൂസിങ് മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പൊ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്ന ഒരു സർക്യൂട്ട് ആണ് ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതാണ് ഇതിന്റെ ഒരു കറക്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ വേവ് ഫോം കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഇതാണ് ഒരു ക്ലോക്കിന്റെ വിഡ്ത്ത്. ഇവിടെ ക്ലോക്കിന്റെ ഈ ഒരു ഡയഗ്രത്തിൽ ക്ലോക്കിന്റെ വിഡ്ത്തിനെ നമ്മളിവിടെ സ്മോൾ ലെറ്റർ T ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലോക്കിന്റെ വിഡ്ത്ത് വെരി ഹൈ ആണെങ്കിൽ ജെയും കെയും 1 കൊടുത്തിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഔട്ട്പുട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് ടോഗ്ലിംഗ് കണ്ടീഷൻ. അൺസർട്ടൻ ആണ്. ഇത് 0 നിന്ന് 1 പോകും. പ്രോപ്പഗേഷൻ ഡിലേ കഴിഞ്ഞ ഇവിടെ ക്യാപിറ്റൽ TP കൊടുത്തിരിക്കുന്നത് പ്രോപ്പഗേഷൻ ഡിലേ ആണ്. അതായത് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഔട്ട്പുട്ടിൽ എത്താനുള്ള ആ ഡ്യൂറേഷൻ അത് എത്തിയ ഉടനെ ഔട്ട്പുട്ട് ചേഞ്ച് ആയിട്ട് 1ലേക്ക് പോയി. ഓക്കെ, ആ 1 തിരിച്ച് ബാക്കിൽ ഫീഡ്ബാക്ക് ആയിട്ട് വന്നിട്ട് ആ 1 വീണ്ടും അതിന്റെ കണ്ടീഷനൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അതേ ഔട്ട്പുട്ട് വീണ്ടും തിരിച്ച് ഇൻപുട്ടിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഔട്ട്പുട്ട് എന്തായി? 0 ആയി. അതിങ്ങനെ 1 0 1 മാറിക്കൊണ്ടിരിക്കും. ഇവിടെ വെച്ചിട്ട് നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഔട്ട്പുട്ടിന്റെ കണ്ടീഷൻ എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് റേസ് അറൌണ്ട് കണ്ടീഷൻ. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡെവലപ്പ് ചെയ്തത്.
മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് JK ഫ്ലിപ്പ് ഫ്ലോപ്പിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് അതിന്റെ ഇൻവേർട്ടഡ് വേർഷൻ എടുത്തിട്ട് സെക്കൻഡിൽ കൊടുക്കുക. അപ്പൊ എറ്റ് എ ടൈം ഒന്നേ വർക്ക് ചെയ്യും. Master slave flip-flop is basically two gated SR flip-flops connected together in a series configuration. Two gated JK flip-flop connected together in series combination with the slave having an inverted clock pulse. Output from നമുക്കറിയാം ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് Q ബാർ ആണല്ലോ, അതായിരിക്കണം അടുത്തതിന്റെ ഇൻപുട്ട്. പിന്നെ ക്ലോക്കിന്റെ കണ്ടീഷൻ പറയുന്നത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് കൊടുത്തതിന്റെ ഇൻവേർട്ടഡ് ക്ലോക്ക് എടുത്ത് സെക്കൻഡിൽ കൊടുക്കാം. The feedback configuration from slave's output to master's input gives the characteristics toggle of the JK flip-flop as shown below. So this is the block diagram of master slave JK flip-flop. കണ്ടോ, നമ്മൾ സാധാരണ ഒരു JK flip-flop വരക്കുക, JK ഇൻപുട്ട് വരക്കുക. ഇവിടെ നമ്മൾ ക്ലോക്കിൽ ഇവിടെ ട്രയാങ്കിൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? നമ്മളിവിടെ എഡ്ജ് ട്രിഗറിംഗ് ഫ്ലിപ്പ്-ഫ്ലോപ്പ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്താണ് ഇതിന്റെ ഔട്ട്പുട്ടാണ് നമ്മൾ അടുത്ത സ്ലേവിലേക്ക് കൊടുത്തിരിക്കുന്നത്. Q ബാർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ K ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ദെൻ ഇതിന്റെ Q ബാർ ആണ് ഫൈനൽ. ഇത് മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്, ഇത് സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. മാസ്റ്ററിന്റെ ഔട്ട്പുട്ട് ആണ് സ്ലേവിനെ ഡ്രൈവ് ചെയ്യുന്നത്. ദെൻ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ Q ബാർ ആയിരിക്കണം മാസ്റ്ററിന്റെ J പാർട്ടിലേക്ക് കണക്ട് ചെയ്യേണ്ടത്, J ആയിട്ട് കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ Q ആണ് എടുത്തിട്ട് എവിടെ കണക്ട് ചെയ്യുന്നത്, ഇതിന്റെ K ആയിട്ട് കണക്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഫീഡ്ബാക്ക് കൊടുക്കേണ്ടത്. പിന്നെ ഇപ്പൊ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്, ജെയിലേക്ക് സെറ്റ് കണ്ടീഷനും കെയിലേക്ക് റീസെറ്റ് കണ്ടീഷനുമാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ക്ലോക്ക് സിഗ്നൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ ആ 3 ഇൻപുട്ടിൽ വരുന്ന 3 ഇൻപുട്സ് ആണ്. ഒന്ന് ഫീഡ്ബാക്ക് വരും, ഒന്ന് J വരും, ഒന്ന് ക്ലോക്കും. ഇവിടെയാണെങ്കിൽ ഒന്ന് K, ഫീഡ്ബാക്ക് ആൻഡ് ക്ലോക്ക്. ഇനി ക്ലോക്ക് സിഗ്നൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ ഇൻവേർട്ടഡ്, അതായത് ഇതിനെ ഒന്ന് നോട്ട് ഗേറ്റ് വഴി പാസ് ചെയ്തിട്ട് വേണം ഇവിടെ കൊടുക്കാം. അപ്പൊ ഇത് പോസിറ്റീവ് എഡ്ജിൽ വർക്ക് ചെയ്യുമ്പോൾ ഇത് വർക്ക് ചെയ്യില്ല. നമ്മൾ ഇവിടെ സിഗ്നൽ കൊടുത്താൽ ഇതിന്റെ പോസിറ്റീവ് എഡ്ജിൽ വെച്ചിട്ട് ഇത് വർക്ക് ചെയ്യും. ഇതിന്റെ ഔട്ട്പുട്ട് ഇവിടെ ജനറേറ്റ് ചെയ്തു. അടുത്ത നെക്സ്റ്റ് നെഗറ്റീവ് ക്ലോക്ക് വരുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഇത് ട്രിഗർ ആവുകയുള്ളൂ. ആ സമയത്ത് ഈ ഇൻപുട്ടിനെ ഇത് ആക്സെപ്റ്റ് ചെയ്യും, അതിനനുസരിച്ച് ചേഞ്ച് ഇവിടെ വരും. ആ ചേഞ്ച് തിരിച്ച് ഫീഡ്ബാക്ക് ആയിട്ട് ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ടോഗ്ലിംഗ് എന്നുള്ള പറയുന്ന പ്രോബ്ലം ഇവിടെ അവോയ്ഡ് ആയി. ഉണ്ടോ? അപ്പൊ ഇതിന്റെ വർക്കിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് when the clock pulse goes to 1, the slave isolate ആവും അല്ലെ. ക്ലോക്ക് പൾസിൽ ഹൈ കൊടുക്കുമ്പോൾ സ്ലേവ് ഐസൊലേറ്റ് ആയി. J and K inputs may affect the state of the system. Okay, the slave flip-flop is isolate until നമ്മൾ ക്ലോക്ക് പൾസ് 0 കൊടുത്താലാണ് സ്ലേവ് ആക്ടിവേറ്റ് ആവുക. ഇവിടെ 0 കൊടുത്താൽ ഇത് ആക്ടിവേറ്റ് ആവും. അപ്പൊ ഫസ്റ്റ്ലി എന്താണ് മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പിന് പോസിറ്റീവ് ലെവൽ ട്രിഗർ. ഫസ്റ്റ്ലി ദ മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് പോസിറ്റീവ് ലെവൽ ട്രിഗർ. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ നിങ്ങളുടെ എഡ്ജ് ട്രിഗറിംഗ് എന്ന് പറഞ്ഞു പോയിരുന്നു. ഇവിടെ ലെവൽ ട്രിഗറിംഗ് ആണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. എഡ്ജ് ട്രിഗറിംഗ് അല്ല, എഡ്ജ് ട്രിഗറിംഗ് ഇതിന്റെ ഒരു വേറൊരു മെത്തേഡ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ലെവൽ ട്രിഗറിംഗിൽ ഇവിടെ നമ്മൾ പോസിറ്റീവ് ലെവലാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഇത് വർക്ക് ചെയ്യും. നെഗറ്റീവ് ലെവൽ വരുമ്പോഴായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ്ലി മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് പോസിറ്റീവ് ലെവൽ ട്രിഗർ ആൻഡ് ദ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് നെഗറ്റീവ് ലെവൽ ട്രിഗർ ആണ്. സോ മാസ്റ്റർ റെസ്പോൺസ് ബിഫോർ ദ സ്ലേവ്. അപ്പൊ ഫസ്റ്റ് മാസ്റ്റർ ആണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ J0 K1 കൊടുക്കുകയാണെങ്കിൽ എന്താണ്, J0 K1 ഇവിടെ 0യും ഇവിടെ 1ഉം കൊടുക്കുകയാണെങ്കിൽ ഫൈനൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, ജെന്റെ കണ്ടീഷൻ ആയിരിക്കും ഇവിടെ കിട്ടുക അല്ലെ. നമ്മൾ ട്രൂത്ത് ടേബിൾ അങ്ങനെയല്ലേ പറയുന്നത്. അപ്പൊ ഫൈനൽ ഔട്ട്പുട്ട് Q ആയിരിക്കും, Q0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് J0 K1 ആണെങ്കിൽ ഹൈ Q bar output of the master goes to K input of the slave and the clock forces slave to reset. Thus the slave copies the master. അതായത് J0 K1 ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ 0 ആണ് കിട്ടുക. Then J1ഉം K0ഉം കൊടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ടിൽ നമുക്ക് 1 കിട്ടും. ഔട്ട്പുട്ട് ഓഫ് ദ മാസ്റ്റർ എന്താണ് J ഇൻപുട്ട് ഓഫ് ദ സ്ലേവിലേക്ക് കണക്ട് ചെയ്തു. എന്നിട്ട് നെഗറ്റീവ് ട്രാൻസിഷൻ ഓഫ് ദ ക്ലോക്കിൽ വെച്ചിട്ട് സ്ലേവിനെ സെറ്റ് ചെയ്യും. അപ്പൊ നോക്കേണ്ടത് J0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും, J1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഡിഫറെന്റ് ഇൻപുട്സിന്റെ കേസിലാണ് ഈ പറയുന്നത്. ഇനി രണ്ടും 1 കൊടുക്കുകയാണെങ്കിലോ, അതായത് ഇറ്റ് ടോഗിൾസ് ഓൺ ദ പോസിറ്റീവ് ട്രാൻസിഷൻ ഓഫ് ദ ക്ലോക്ക് ആൻഡ് ദസ് ദ സ്ലേവ് ടോഗിൾസ് ഓൺ ദ നെഗറ്റീവ് ട്രാൻസിഷൻ. രണ്ട് ഇൻപുട്ടും നമ്മൾ ഇവിടെ 1 കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് പോസിറ്റീവ് ലെവലിൽ ഇത് ട്രിഗർ ആവും. ഇതിനൊരു ഔട്ട്പുട്ട് ഇവിടെ ജനറേറ്റ് ചെയ്യും. ഇവിടെ ജനറേറ്റ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ ഇവിടെ ജനറേറ്റ് ചെയ്യുക. അതായിരിക്കും അടുത്ത നെഗറ്റീവ് ലെവലിൽ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുക. അപ്പൊ ഒന്നുകിൽ ഇവിടെ 1-0 ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ 0-1 ആയിരിക്കും. 2-1-1 എന്ന് പറയുന്ന ഒരു കേസ് ഇവിടെ സ്ലേവിൽ വരുന്നില്ല ഒരിക്കലും അല്ലെ. ഇതിന് ഇൻവേർട്ടഡ് മാത്രമാണ് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ആ 2-1-1 വരുന്ന കേസ് ഇവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 or 0 ഇവിടെ ജനറേറ്റ് ചെയ്യും.
If j equal to 0, k equal to 0, രണ്ടും 0 ആണെങ്കിലോ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡിസേബിൾഡ് ആണ് ആൻഡ് ക്യൂ റിമെയിൻസ് അൺചേഞ്ച്ഡ്. അതായത് 0 കണ്ടീഷൻ ആണെങ്കിൽ നോ ചേഞ്ച് എന്ന് പറയുന്ന കണ്ടീഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഇത് ഇതിന്റെ സർക്യൂട്ട് സ്കീമാറ്റിക്. നിങ്ങൾക്ക് ശരിക്കും സിലബസിൽ ബ്ലോക്ക് സ്കീമാറ്റിക് മാത്രമേ ആവശ്യമുള്ളൂ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കറിയാം ഇത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞ ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഫസ്റ്റ് ലെവലാണിത്. ഇത് സെക്കൻഡ് ലെവലാണ്. ഇതൊരു SR ലാച്ച് ആണ്. ഇവിടെ 3 ഇൻപുട്ടിന്റെ ആവശ്യം വരുന്നില്ല. ഇത് നോക്കിയാൽ ഇവിടെ വരുന്നത് എന്താണ്? 3 ഇൻപുട്ട് നാൻഡ് സെക്ഷൻ ആണ് ആദ്യത്തെ ഭാഗത്ത് വരുന്നത്. ദെൻ ലാച്ച് സെക്ഷൻ. ഇവിടെയാണെങ്കിൽ 2 ഇൻപുട്ട് സെക്ഷൻ മതി. ദെൻ ലാച്ച് സെക്ഷൻ. എന്നിട്ട് ഇവിടെ ക്രോസ് ആയിട്ട് ഫീഡ്ബാക്ക് കണക്ട് ചെയ്യാം. അപ്പം ഇവിടെ പോസിറ്റീവ് സെക്ഷനിൽ ട്രിഗർ ആകും. അതിന് തന്നെ നെഗറ്റീവ് സെക്ഷനിൽ ഇവിടെ ട്രിഗർ ആകും. അപ്പൊ ദിസ് ഈസ് ദ ട്രൂത്ത് ടേബിൾ ഓഫ് മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പൊ കണ്ടീഷൻ ഒക്കെ സെയിം തന്നെ. 0 ആണെങ്കിൽ ഹോൾഡ് പ്രീവിയസ് സ്റ്റേജ് Q0 Q0 ബാറും. 1 ആണെങ്കിൽ 0ന് ഔട്ട്പുട്ട് 0 ആയിരിക്കും, റീസെറ്റ് കണ്ടീഷൻ. 10 ആണെങ്കിൽ എന്ത് വരും? 1ഉം 0 വരും, സെറ്റ് കണ്ടീഷൻ. അതായത് J0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 റീസെറ്റ്, J1 ആണെങ്കിൽ ഔട്ട്പുട്ട് സെറ്റ്, 1 ആണെങ്കിൽ ടോഗിൾ കണ്ടീഷൻ തന്നെ. ബട്ട് എന്താ ഡിഫറൻസ്? ഇവിടെ കണ്ടിന്യൂസ് ടോഗ്ലിംഗ് ഇല്ല. ആദ്യം 0 കിട്ടിയിരിക്കുന്ന ഈ സ്റ്റേജിന്റെ ഓപ്പോസിറ്റ് സെക്ഷൻ ഇവിടെ വേർഷൻ ഇവിടെ കിട്ടുന്നേ ഉള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ഈ ടോഗിൾ ചെയ്തുകൊണ്ടിരിക്കില്ല. 0 കൊടുത്തപ്പോൾ നമുക്ക് ഇവിടെ 1 ആണ് കിട്ടിയതെങ്കിൽ 1 കൊടുത്താൽ ആ 1ന്റെ ഓപ്പോസിറ്റ് 0 ഇവിടെ കിട്ടും. ഇനി 0 കൊടുത്തപ്പോൾ നമുക്ക് ഇവിടെ 0 ആണ് കിട്ടിയതെങ്കിൽ 1 കൊടുത്താൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ കിട്ടും. ഓപ്പോസിറ്റ് സ്റ്റേജ് കിട്ടുന്നേ ഉള്ളൂ. JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ അങ്ങനെയല്ല. എന്താണ്? 1 വരും 0 വരും, അതിങ്ങനെ കണ്ടിന്യൂസ് ചേഞ്ച് ചെയ്യും. ഇവിടെ ആ ചേഞ്ചിങ് പ്രോബ്ലം വരുന്നില്ല. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ക്യൂവിൽ എന്താണോ 0 കിട്ടിയിരിക്കുന്ന കണ്ടീഷന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ കിട്ടും, അത്രമാത്രം. അപ്പോൾ ദീസ് ആർ അബൌട്ട് SR flip flop, JK flip flop and JK master slave flip flop. So today we can wind up the class. Thank you.